യാത്രകൾ സ്ഥലം കാണാൻ വേണ്ടിയല്ല, ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ്. മമ്മി ഇടയ്ക്ക് ഒരു കാര്യം പറയുമായിരുന്നു, എനിക്ക് ഒരിക്കലെങ്കിലും മഞ്ഞ് നേരിലൊന്ന് കാണണമെന്ന്. ആ ആഗ്രഹം കേൾക്കുമ്പോഴൊക്കെ മനസ്സിലൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. എപ്പോൾ കൊണ്ടുപോകാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ ഒരു ദിവസം ആ സ്വപ്നം യാഥാർത്ഥ്യമായി. ഞങ്ങളുടെ 2 പേരുടെയും ചെറിയൊരു യാത്ര. ഡൽഹിയും ആഗ്രയും കറങ്ങി ഒടുവിൽ മണാലിയിലെത്തി. അവിടുത്തെ ഓരോ ദിവസവും മനോഹരമായിരുന്നുവെങ്കിലും സോലങ് വാലിയിലേക്ക് പോയ ആ ഒരു ദിവസം ഇന്നും മനസ്സിൽ വേറൊരു സ്ഥാനത്താണ്. ആദ്യമായി മഞ്ഞ് കണ്ടപ്പോൾ മമ്മിയുടെ മുഖത്തെ ആ സന്തോഷം, അതൊരു ചിരി മാത്രമായിരുന്നില്ല, വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹം പൂവണിഞ്ഞ നിമിഷമായിരുന്നു. കുട്ടികളെ പോലെ മഞ്ഞ് വാരിയെറിഞ്ഞും ചിരിച്ചും കളിച്ചും ആ നിമിഷങ്ങൾ ഞങ്ങളെ വീണ്ടും കുട്ടികളാക്കി. അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണുന്നത്. പിന്നീട് ഞങ്ങളുടെ യാത്രയിൽ അവളും ഉണ്ടായിരുന്നു. യാദൃശ്ചികമായിട്ടാണ് കണ്ടുമുട്ടിയതെങ്കിലും ഞങ്ങളുടെ ആ കൂടിക്കാഴ്ച വളരെ അടിപൊളിയായിരുന്നു. പക്ഷെ ഇതുപോലെ ചിലരെ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുമ്പം നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. എനിക്കറിയാമായിരുന്നു ഇവരവിടെ ഉണ്ടെന്ന്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ജാസ്മിൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. ജാസ്മിൻ ഓൾറെഡി ട്രാവൽ ഏജൻസിയൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജാസ്മിൻ മണാലിയിൽ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഒരിക്കലും കാണുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഞങ്ങൾക്ക് ആ ചെറിയൊരു കൂടിക്കാഴ്ച പോലും ആ ദിവസത്തിൻ്റെ ഭംഗി കൂട്ടി. പിന്നെ ഞങ്ങൾ 4 പേരും ചേർന്ന് മഞ്ഞിലൂടെ നടന്നും ചിരിച്ചും ആ കാഴ്ചകൾ ഒരുമിച്ച് ആസ്വദിച്ചു. സമയം കടന്നുപോയി. ആ വെള്ള പുതപ്പിലൂടെ നടന്ന ഓരോ ചുവടും കാറ്റിൻ്റെ തണുപ്പും ചുറ്റുമുള്ള മലനിരകളും ഇന്നും മനസ്സിൽ അതേപോലെ പതിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങൾ പലപ്പോഴും വസ്തുക്കളല്ല, പ്രിയപ്പെട്ടവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷമാണ്. ഈ യാത്ര എനിക്കൊരു ട്രിപ്പ് മാത്രമായിരുന്നില്ല, മമ്മിയുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട ദിവസം കൂടിയായിരുന്നു. ചില ഓർമ്മകൾ ക്യാമറയിൽ മാത്രമല്ല, ഹൃദയത്തിലും എന്നേക്കുമായി പതിഞ്ഞു പോവുകയാണ്. അതും ഇങ്ങനെയൊരു ഓർമ്മ. ഞാൻ ഈ മണാലിയിൽ പോകുന്നത് ഏകദേശം 5ാമത്തെ തവണയാണ്. പക്ഷെ ഇത്രയും നാള് പോയിട്ടുള്ളതിൽ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണാലി യാത്ര ഇത് തന്നെയായിരുന്നു. എൻ്റെ മമ്മിയുടെ കൂടത്തിലുള്ള ആ ഒരു നിമിഷം. ജീവിതത്തിൽ സമയം കിട്ടുമ്പോൾ മാത്രം സ്വപ്നം നിറവേറ്റാൻ എന്ന് കരുതരുത്. കാരണം സമയവും മനുഷ്യരും ഒരുപോലെ കാത്തു നിൽക്കില്ല. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കൂ. അവർക്ക് അത് ഒരു യാത്ര മാത്രമായിരിക്കത്തില്ല, ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കുന്ന ഒരു സന്തോഷമായിരിക്കും. ഓർമ്മകൾ സൃഷ്ടിക്കാൻ ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ്. അതിനാൽ കഴിയുമ്പോഴൊക്കെ യാത്ര ചെയ്യൂ, ഒരുമിച്ച് സമയം ചെലവാക്കൂ, ഓർമ്മകൾ ഉണ്ടാക്കൂ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ യാത്രയുടെ ഐറ്റ്നറി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഐറ്റ്നറി എന്നും പറഞ്ഞ് ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ഐറ്റ്നറി സെൻഡ് ചെയ്യുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.